10th അല്ലെങ്കിൽ +2 കഴിയുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചോദ്യമാണ് ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഒരുപാട് കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എംബിഷൻ എന്നുള്ളത്. പല സ്റ്റുഡൻസും നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്, സാർ ഒരു നല്ല കോഴ്സ് സജസ്റ്റ് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കരിയർ ഗോൾസ് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയണം. അപ്പോൾ എന്താണ് കരിയർ ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്? ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ സ്മാർട്ടായിട്ട് സെറ്റ് ചെയ്യണം. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈംലി. ഇങ്ങനെ നമ്മളൊരു കരിയർ ഗോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, മർച്ചൻ്റ് നേവിയിലുള്ള ഒരു പോസ്റ്റാണ് ചീഫ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ്. ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് ആൾ എത്തണമെന്നുണ്ടെങ്കിൽ BE മെറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ BTech മെക്കാനിക്കൽ + GME കോഴ്സ് ചെയ്യാം. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞാൽ ആളൊരു 5th എഞ്ചിനീയർ പോസ്റ്റിലേക്ക് എത്തുള്ളൂ. ഈ 5th എഞ്ചിനീയർ എന്നൊരാൾ ഒരു 8 to 10 years മുന്നോട്ട് കരിയറിൽ ഗ്രോത്ത് വരുമ്പോഴാണ് ആൾ എന്താവുന്നത്, ചീഫ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലെത്തുന്നത്. നമ്മൾ കൊമേഴ്സിലൊരു ഇതെടുക്കുകയാണെങ്കിൽ, കൊമേഴ്സിൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുന്ന ആളുകൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവണം എന്ന എംബിഷനായിട്ട് പറയാറുണ്ട്. ഇത് എംബിഷനല്ല, ഇറ്റ് ഇസ് എ ക്വാളിഫിക്കേഷൻ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾ കരിയറിൽ ഏത് സൈഡിലേക്കാണോ പോകാൻ, ഏത് സ്പെഷ്യലൈസേഷനാണോ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം. ഇപ്പോൾ ഒരാൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി നേരെ ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി മാറുന്നില്ല. അവിടുന്ന് നമ്മൾ ഒരു പ്രോപ്പർ കമ്പനിയിൽ പ്ലേസ്ഡ് ആവണം. അപ്പോൾ CA കഴിഞ്ഞ് ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്ക് പ്ലേസ്ഡ് ആവണം, Big 4 പോലുള്ള കമ്പനിയിൽ പ്ലേസ്ഡ് ആയി അവിടുന്ന് കരിയർ ഗ്രോത്തിലൂടെയാണ് നമ്മൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നുള്ള പോസ്റ്റിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കരിയർ ഗോൾ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് പിന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു സംഭവമാണ് ഫിനാൻഷ്യൽ ഗോൾ. ഈ ഫിനാൻഷ്യൽ ഗോളിനെ കുറിച്ച് പറഞ്ഞാൽ, ഒരു CFO ഡ്രോ ചെയ്യുന്നൊരു സാലറി ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ പോലും കോർപ്പറേറ്റ് സെക്ടറിൽ വന്നു കഴിഞ്ഞാൽ 4 to 5 lakhs പെർ മന്ത് എന്നുള്ള രീതിയിൽ സാലറി ഡ്രോ ചെയ്യുന്നുണ്ട്, CFOs ഡ്രോ ചെയ്യുന്നുണ്ട്, ഈവൻ എബവ് ദാറ്റ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ CA കഴിഞ്ഞ ഒരാൾക്ക് നേരെ ഈ 4 to 5 lakhs സാലറി കിട്ടിക്കണമെന്നില്ല. പക്ഷേ നമ്മളൊരു Big 4 പോലെ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 18 lakhs പെർ annum ഒക്കെ EY പോലുള്ള കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറൗണ്ട് 1.5 lakhs പെർ മന്ത് എന്നുള്ള പേയ്മെൻറ്റിലേക്ക് ഒരു CA ആവുന്ന ഒരാൾ Big 4 പ്ലേസ് ചെയ്താൽ തന്നെ വരും. ആൻഡ് ഇവിടുന്നും ഒരു 5 to 10 years ഗ്രോത്തിൽ നമ്മൾ ഈ പറഞ്ഞ എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ ഗോളിലേക്ക് നമ്മളെത്തും. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനല്ലാതെ സ്വന്തമായിട്ട് കമ്പനി നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CA കഴിഞ്ഞ് നേരെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിന് പകരം ആദ്യം തന്നെ CA കഴിഞ്ഞൊരു പ്ലേസ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കാം, Big 4 പോലെ കമ്പനി തന്നെ പ്ലേസ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അവരെ ഫിനാൻഷ്യൽ ഗോൾസും കരിയർ ഗോൾസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കയറുന്ന ആളുകൾ ഒരു 3 to 5 years കൊണ്ട് എന്ത് ചെയ്യണം, സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ ആവശ്യമുള്ള സ്കിൽസ് അവർ ബിൽഡ് ചെയ്തെടുക്കണം. ഈ 3 to 5 years കൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ ആവശ്യമുള്ള ഫിനാൻഷ്യൽ ഫണ്ടും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ബാക്കി എല്ലാ ഗോൾസിലും ചേഞ്ചസ് വരും. ഇപ്പോൾ CA ആയി ക്വാളിഫിക്കേഷനായി അവർ സാലറി വാങ്ങുന്ന മുതൽ അവർ മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. 3 to 5 years കൊണ്ട് അവർ മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവർ മെറ്റീരിയൽ ഗോൾസൊക്കെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് 3 to 5 years കൊണ്ട് ഫണ്ട് മാക്സിമം ബിൽഡ് ചെയ്തെടുക്കും. അവർ നെറ്റ്വർക്കിങ്ങിലൂടെ ഒരുപാട് ബിസിനസ് കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആവശ്യമുള്ള സ്കിൽസ് അവർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ, ഒരുപാട് വാല്യൂ ആഡഡ് കോഴ്സുകൾ ഉണ്ടാകും. ഈ കോഴ്സുകളെല്ലാം ചെയ്തിട്ട് അവർ സ്വന്തമായിട്ടൊരു കമ്പനി നാളെ തുടങ്ങണമെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്കിൽസ് എല്ലാം ബിൽഡ് ചെയ്യാൻ ഈ 3 to 5 years യൂസ് ചെയ്യണം. എന്നിട്ട് 5 years കഴിഞ്ഞാൽ അവർ കമ്പനി തുടങ്ങുന്നതും ഈ CA കഴിഞ്ഞ് നേരെ പോയി തുടങ്ങുന്ന ഒരാളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. കാരണം അവർക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. കരിയർ ഗോൾസും ഫിനാൻഷ്യൽ ഗോൾസും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ഗോൾസിലേക്ക് നോക്കാം. റിലേഷൻഷിപ്പ് ഗോൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സമയത്താണ്, അറ്റ് വാട്ട് ടൈം, ലൈക്ക് നമ്മൾ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ഗെറ്റ് മാരീഡ് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ വരുന്ന ഒരാൾ ഒരു ഇൻ്റർ ക്വാളിഫിക്കേഷനിൽ പലരും, സ്പെഷ്യലി ഗേൾസ്, ഇൻ്റർ ക്വാളിഫിക്കേഷൻ കഴിയുമ്പോൾ തന്നെ വീട്ടുകാരെ നിർബന്ധം കൊണ്ടോ അല്ലാതെ ചിലപ്പോൾ ആ സമയത്ത് കല്യാണം കഴിക്കുന്നൊക്കെ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള പിന്നീട് അവർക്കുള്ള അവരെ കരിയർ ഗോളിനോ ഫിനാൻഷ്യൽ ഗോളിനോ അതൊരു ശരിക്കും ഒരു ബ്ലോക്കേജ് ആയിട്ട് വരുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഇപ്പം ബോയ്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ പാടെ തന്നെ പോയി കല്യാണം കഴിക്കുന്നത് റെക്കമെൻഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫിനാൻഷ്യലി അതേപോലെ കരിയർ വൈസ് ഒന്ന് സ്റ്റേബിൾ ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരേണ്ടത്. പിന്നെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ഗോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് ആയിട്ട് ഇപ്പം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പ്ലേസ്ഡ് ആയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും ഒരേ സമയത്ത് തന്നെ വാങ്ങിച്ച് നമ്മൾ ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് നമ്മളതൊന്ന് ക്ലിയർ ആയിട്ട് ട്രാക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ആദ്യം നമ്മൾ എന്താണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ബൈക്ക് എടുക്കാം, കാർ എടുക്കാം, വീട് വെക്കാം, ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ഗോൾസാണ്. പക്ഷേ അത് നമ്മൾ ഓരോരോ പോയിന്റിൽ നമ്മൾ ഓരോ സ്റ്റേജ് ബൈ ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനും പറ്റും. ട്രാവൽ ഗോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ,
നമുക്ക് ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം, ദ ഹോൾ വേൾഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ പ്ലാൻ ചെയ്യാം. പക്ഷെ അത് നമ്മൾ 3 ഇയേഴ്സിനുള്ളിലാണോ 5 ഇയേഴ്സിനുള്ളിലാണോ 10 ഇയേഴ്സിനുള്ളിലാണോ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി. പീപ്പിൾ ഓൾസോ ഹാവ് പേഴ്സണൽ ഗോൾസ്. പേഴ്സണൽ ഗോൾസ് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് സ്വന്തമായിട്ട് ബുക്ക് എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം, സ്വന്തമായിട്ട് ബ്ലോഗ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ബുക്സ് വായിക്കണം എന്ന രീതിയിൽ ഇപ്പോൾ 100 ബുക്സ് വായിക്കണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്യാം. ഇതൊക്കെ പേഴ്സണൽ ഗോൾസിൽ വരാവുന്ന കാര്യങ്ങളാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ് ഹെൽത്ത് ഗോൾസ്. ഇപ്പോൾ നമ്മൾ ഒരു സീനിയർ പോസ്റ്റിലെത്തി, നമ്മൾ അത്യാവശ്യം നല്ല സാലറി വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ഇത് എൻജോയ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? എപ്പോഴും ഹെൽത്ത് വേണം. അപ്പോൾ ഈ ഹെൽത്ത് ഗോൾസും ശരിക്കും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പറഞ്ഞ ഗോൾസ് എല്ലാം 3 ഇയേഴ്സ് 5 ഇയേഴ്സ് 10 ഇയേഴ്സിലൊക്കെ പറയുന്ന ഗോൾസ് നമുക്കിങ്ങനെ മനസ്സിൽ വെച്ചതുകൊണ്ട് നമുക്ക് കുറച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോകും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യണം. ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ ക്ലിയറായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ടേബിൾ പോലെ നമ്മൾ ഡാറ്റാസ് എല്ലാം എൻ്റർ ചെയ്തിട്ട് ഇത് കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ അലൈൻ ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് ദെൻ ഡിജിറ്റൽ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് മാറ്റി വെക്കണം. മൈക്രോസോഫ്റ്റിൻ്റെ OneNote എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇയേഴ്സ് കഴിഞ്ഞോ 5 ഇയേഴ്സ് കഴിഞ്ഞോ 10 ഇയേഴ്സ് കഴിഞ്ഞോ നമുക്ക് ഈ ഗോൾസ് എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു കരിയർ ഗോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, ഫിനാൻഷ്യൽ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറാണ്, നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ അവെയർ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു അതിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നൊരു പ്രോപ്പർ ക്വാളിഫിക്കേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാം. വിഷിങ് യു എ ഗ്രേറ്റ് ഫ്യൂച്ചർ.